CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ 2-ന് മഥുരയിൽ ആരംഭിക്കുകയാണ്. നയപരമായോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായോ ഉള്ള എന്തെങ്കിലും അത്ഭുതകരമായ മാറ്റങ്ങളൊന്നും ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസുമായുള്ള സഹകരണത്തെ സംബന്ധിച്ച് കുറെ കൂടെ വ്യക്തമായ കാഴ്ചപ്പാട് ഈ പാർട്ടി കോൺഗ്രസിൽ ഒരുപക്ഷെ ഉരുത്തിരിഞ്ഞു വന്നേക്കാം. അതല്ലാതെ മറ്റ് വലിയ മാറ്റങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മുടെ MA ബേബി, കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന CPM നേതാക്കളിൽ ഒരാൾ, അദ്ദേഹം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ആരായിരിക്കാം പുതിയ പാർട്ടി ജനറൽ സെക്രട്ടറി? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ മറ്റൊരു $1 മില്യൺ ക്വസ്റ്റ്യൻ, അതീവ വിലപ്പെട്ട ഒരു ചോദ്യം, അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിയെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണയ്ക്കുമോ? അതനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുക. പേര് ബേബി എന്നാണെങ്കിലും പറഞ്ഞല്ലോ, പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച ഒരു സംഘാടകനാണ്. അതുപോലെ പ്രഭാഷകനാണ്. പ്രത്യയശാസ്ത്ര വിശകലനത്തിൽ പ്രമാണിയാണ്. ധാരാളം അനുഭവ സമ്പത്തുണ്ട്. SFI മുതലുള്ള പ്രവർത്തന പരിചയമുണ്ട്. പാർട്ടിയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിസ്സംശയം ഉയർത്തിക്കാട്ടാവുന്ന പേര് അല്ലെങ്കിൽ നിർദ്ദേശിക്കാവുന്ന പേര്, അതാണ് MA ബേബി. SFI വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. SFIയിൽ അദ്ദേഹം സീതാറാം യെച്ചൂരിയേക്കാൾ സീനിയർ ആയിരുന്നു. ബേബി പ്രസിഡന്റ് പദം ഒഴിഞ്ഞപ്പോഴാണ് സീതാറാം യെച്ചൂരി ആ പദവിയിലേക്ക് കടന്നു വന്നത്. പിന്നീട് DYFI പാർട്ടി, അങ്ങനെ അദ്ദേഹം പടിപടിയായി ഉയർന്നു വന്നു. 1989-ൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1992-ൽ പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. അന്നതൊരു പുതിയ സംവിധാനമായിരുന്നു. പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും ഇടയ്ക്ക് ഒരു നയരൂപവൽക്കരണ സമിതി, അതായിരുന്നു അന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റ്. ഇത് ചെറുപ്പക്കാരായ നേതാക്കളെ പാർട്ടിയുടെ മുൻനിരയിലേക്ക് അല്ലെങ്കിൽ നേതൃ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അന്ന് ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നു കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം. 92-ൽ അത് ആരംഭിച്ചപ്പോൾ MA ബേബി അതിലംഗമായി. പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി, ബിമൻ ബോസ് തുടങ്ങിയ നേതാക്കളൊക്കെ ഈ കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്ന റൂട്ടിലൂടെയാണ് പിന്നീട് പാർട്ടിയുടെ ഉയർന്ന തലങ്ങളിലേക്ക് വളർന്നു വന്നത്. 2015-ൽ ബേബി പാർട്ടിയുടെ ഏറ്റവും ഉന്നതാധികാര സമിതി എന്ന് പറയാവുന്ന പോളിറ്റ് ബ്യൂറോയിൽ അംഗമായി. നയരൂപീകരണത്തിലും മറ്റും പാർട്ടി കോൺഗ്രസ്സാണ് ഏറ്റവും പ്രധാന ഘടകമെങ്കിലും ഒരു ഉന്നത ബോഡി എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോയെ കുറിച്ചാണ്. അതിലംഗമായി. അവിടെ ഇപ്പോൾ 10 വർഷത്തെ പ്രവർത്തന പരിചയം അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. കേരളത്തിലും അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് ഒട്ടും മോശമായിരുന്നില്ല. കുണ്ടറയിൽ നിന്ന് ജയിച്ച അദ്ദേഹം സംസ്ഥാന മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായി. ഭേദപ്പെട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടി സെക്രട്ടേറിയറ്റിൽ അംഗമായി. അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ CPM എന്ന് പറഞ്ഞാൽ അത് കേരള ഘടകമാണ്, കേരളത്തിലെ പാർട്ടിയാണ്. കാരണം പശ്ചിമ ബംഗാളിലും ബീഹാറിലുമൊക്കെ ആ പാർട്ടി നാമാശേഷമായി. പാർട്ടിയുടെ ഓഫീസുകൾ പോലും ഈ 2 സംസ്ഥാനങ്ങളിൽ BJP ഓഫീസുകളായി പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ധാരാളം പാർട്ടി പ്രവർത്തകര് അന്യദേശ തൊഴിലാളികൾ എന്ന പേരിൽ കേരളത്തിൽ പണിയെടുത്താണ് ജീവിച്ചു പോരുന്നത്, അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നത്. അതാണ് ബംഗാളിലെയും ത്രിപുരയിലെയും സ്ഥിതി. അപ്പോ ഇന്ന് ഈ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ഘടകം, അതിന്റെ നെടും തൂൺ എന്ന് പറയുന്നത് കേരള ഘടകമാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ശേഷം ഒരാള് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടില്ല. അതുതന്നെ 1978, 1992 കാലയളവിലായിരുന്നു. അതിനുശേഷം പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയി. അദ്ദേഹത്തെ മലയാളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്യാവശ്യം മലയാളം സംസാരിക്കും. പക്ഷെ മലയാളത്തിൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുക അദ്ദേഹത്തിന് അത്ര എളുപ്പമല്ല. അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും മറ്റ് ഉന്നതാധികാര സമിതികളിലും എത്തിയിട്ടുള്ളത്. ഇപ്പോഴിതാ EMS ശേഷം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾക്ക്
CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആവാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. എല്ലാ യോഗ്യതകളുമുള്ള ഒരു വ്യക്തി, എല്ലാ സാധ്യതകളും ഉള്ള ഒരാൾ. കേരള പാർട്ടിക്ക് അവകാശപ്പെട്ട ഒരു കാര്യമാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാര്യം പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ആ പാർട്ടിയുടെ അവസ്ഥ നോക്കുമ്പോൾ കേരള പാർട്ടിക്ക് എല്ലാ അർത്ഥത്തിലും അവകാശപ്പെടാവുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടാവുന്ന ഒരു പദവിയാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം പ്രവർത്തകര് ആഗ്രഹിക്കുന്ന ഒന്നുമാണ്. പക്ഷെ അത് സംഭവിക്കുമോ? അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. നോക്കൂ, കേരളത്തില് പിണറായിയുടെ പിൻഗാമിയായി എല്ലാ അർത്ഥത്തിലും അങ്ങനെ വരുന്നതിന് എല്ലാ യോഗ്യതകളുമുള്ള ഒരാളായിരുന്നു MA ബേബി. പക്ഷെ അതല്ല സംഭവിച്ചത്. അദ്ദേഹം പിണറായിയുടെ കേരളത്തിലെ വഴി സുരക്ഷിതം അല്ലെങ്കിൽ തടസ്സമില്ലാതാക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലേക്ക് തട്ടുകയാണ് ചെയ്തത് ബേബിയെ. മറ്റു പല നേതാക്കളെയും കേരളത്തിൽ തളച്ചിട്ടതുപോലെ തോമസ് ഐസക്, G സുധാകരൻ, AK ബാലൻ മുതലായ ആളുകളെ ഈ 75 വയസ്സ് എന്ന പ്രായപരിധിയും അതുപോലെ നിയമസഭയിലേക്ക് മത്സരിച്ചതിന്റെ എണ്ണവും ഒക്കെ പറഞ്ഞ് ഇവിടെ തന്നെ പിടിച്ചിട്ടപ്പോൾ വസൂൽ MA ബേബിയെ ഡൽഹിയിലേക്ക് കേന്ദ്രത്തിലേക്ക് തട്ടുകയാണ് ഉണ്ടായത്. അതിന് കിക്കിംഗ് ടു ദ അപ്സ്റ്റേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. കേന്ദ്രത്തിൽ അല്പസ്വല്പം പിടിപാടുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ അവസാനിപ്പിക്കാതെ കേന്ദ്രത്തിലേക്ക് പറഞ്ഞുവിടാൻ ഒരു സാഹചര്യം ഒരുങ്ങിയത്. പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോ വലിയ ആലോചനകൾ ഒന്നും കൂടാതെ ബേബിയെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കാമായിരുന്നു. പക്ഷെ അതല്ല സംഭവിച്ചത്. പാർട്ടിയും ഭരണവും കണ്ണൂരിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിലും കണ്ണൂരിൽ നിന്നുള്ളവർ മതി എന്ന ചിന്തയുടെ ഒരു പ്രതിഫലനമായിട്ട് അദ്ദേഹം അംഗീകരിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം ആ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല. പകരം MP ഗോവിന്ദൻ മാഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കുകയാണ് ഉണ്ടായത്. പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുമ്പോൾ തന്നെ ബേബിക്ക് ഫലപ്രദമായിട്ട് കേരളത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിലുള്ള ചുമതലകൾ വഹിക്കാമായിരുന്നു. അത് പാർട്ടി കണ്ണൂർ കേന്ദ്രീകൃതമാണ് എന്ന ആക്ഷേപം പരിഹരിക്കുന്നതിനും സഹായകരമാകുമായിരുന്നു. പക്ഷെ അതല്ല സംഭവിച്ചത്. ആരായിരിക്കാം പുതിയ ജനറൽ സെക്രട്ടറി എന്ന ചോദ്യം മധുര കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അങ്ങനെ സജീവമായി നിൽക്കെ അത് സംബന്ധിച്ച ചർച്ചകൾ അണിയറയ്ക്ക് പിന്നിൽ ആരംഭിച്ചു കഴിഞ്ഞു. CPM-ന്റെ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി ആരെയെന്നുള്ള ചർച്ച നടന്നില്ലെങ്കിലും 75 വയസ്സ് എന്ന് പറയുന്ന പ്രായപരിധിയിൽ ചിലർക്ക് ഇളവ് കൊടുക്കണമെന്ന ആവശ്യം അതിശക്തമായിട്ട് ഉയർന്നു വന്നു. ഇപ്പോൾ 75 വയസ്സ് എന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കിയാൽ പലരും പുറത്തു പോകും. പിണറായി വിജയൻ അടക്കം, അതുപോലെ തന്നെ ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, അങ്ങനെ പല നേതാക്കളും പുറത്തു പോകേണ്ടി വരും. അത് ഒഴിവാക്കുന്നതിന് കുറച്ചു പേർക്കെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ഇളവ് നൽകണം എന്നൊരാശയം കേരളത്തിൽ നിന്നുള്ള കുറെ അംഗങ്ങൾ അതിനെ അനുകൂലിച്ചു. അതുപോലെ മലയാളികളായ പക്ഷെ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ പിന്തുണയും അതിനുണ്ടായി. അതിന്റെ പിന്നിൽ ബൃന്ദ കാരാട്ടിന് ഒരു അവസരം നൽകുക, അവരെ അടുത്ത ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവരിക, ആ ഒരു ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിനെ പിണറായി വിജയൻ അംഗീകരിക്കുമോ അല്ലെങ്കിൽ പിന്താങ്ങുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബൃന്ദ കാരാട്ടിനോട് പിണറായി വിജയൻ എന്തെങ്കിലും അനിഷ്ടമുണ്ടെന്നല്ല പറയുന്നത്, ഇഷ്ടക്കേട് അതൊന്നുമില്ല. പക്ഷേ ബൃന്ദ കാരാട്ടാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നതെങ്കിൽ അവരെ അങ്ങനെയൊന്നും നിയന്ത്രിക്കാൻ പാർട്ടിയുടെ കേരള ഘടകത്തിന് കഴിയണമെന്നില്ല. പിണറായി വിജയന് അത് പറ്റും എന്നില്ല. കാരണം ബൃന്ദ കാരാട്ട് വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, പാർട്ടിയുടെ നന്മ മാത്രം കണക്കിലെടുത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ അവരെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് തുലവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. പിണറായി വിജയനെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും തുടരണം എന്നുണ്ടെങ്കിൽ ഈ 75 വയസ്സ് എന്ന പ്രായപരിധിയിൽ ഇളവ് നൽകേണ്ടി വരും. അദ്ദേഹത്തിന് മാത്രമായിട്ട് ഒരു ഇളവ് നൽകാൻ പാർട്ടി കോൺഗ്രസ് തയ്യാറാവുമോ? അങ്ങനെ അപ്രമാദിത്വമുള്ള ഒരാള് പാർട്ടിയിലുണ്ടോ? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളതൊക്കെ പതിവാണോ? ആ ചോദ്യങ്ങളൊക്കെ ഉയർന്നേക്കാം. ദേശീയ രാഷ്ട്രീയ രംഗത്ത് പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ ബേബി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടുകളും ഒരുപക്ഷെ ഈ കാര്യത്തിൽ വളരെ നിർണായകമായിരിക്കും. പാർട്ടിയുടെ സംസ്ഥാന ഘടകം അത് സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നുണ്ടാവണം. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ട് കൂടുതൽ സഹകരിച്ചു നീങ്ങണം എന്ന നിലപാടാണ് ബേബിക്ക് മറ്റുള്ളത്. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് അതിനോട് അത്ര വലിയ യോജിപ്പില്ല. ബേബി ജനറൽ സെക്രട്ടറി ആവുകയാണെങ്കിൽ ഇന്ത്യ സഖ്യവുമായി കൂടുതൽ സഹകരിച്ച് അല്ലെങ്കിൽ യോജിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അത് ദേശീയ തലത്തിൽ ബേബിക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. അത് കേരള ഘടകത്തിന്റെ പിന്തുണ ആവശ്യമായി വരുമ്പോൾ അത് പ്ലസ് പോയിന്റ് ആകുമോ അതോ അത് നെഗറ്റീവ് ആകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് താനും. പക്ഷേ ഇപ്പോൾ ഘടകകക്ഷികളായി നിൽക്കുന്ന ഇന്ത്യ സഖ്യവും മറ്റും HUക്ക് പിന്നാലെ
അല്ലെ യെച്ചൂരിയുടെ പിൻഗാമിയായി ബേബിയെ പോലെ ഒരാൾ വരുന്നതായിരിക്കും ആഗ്രഹിക്കുക. അവർക്ക് അതായിരിക്കും കൂടുതൽ അഭികാമ്യം. സാധ്യതാ പട്ടികയിൽ ധാരാളം പേരുണ്ട്. ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ അടക്കം. അദ്ദേഹത്തിന് 75 വയസ്സ് കഴിഞ്ഞു. പക്ഷെ അതിന് ഇളവ് നൽകി അദ്ദേഹത്തെ ത്രിപുര സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു സാധ്യതയായിട്ടാണ്, അല്ലെങ്കിൽ അതിനോടൊരു വഴിയായിട്ടാണ് പലരും കാണുന്നത്. കിസാൻ സഭയുടെ ദേശീയ പ്രസിഡന്റ് അശോക് താവ്ളയുടെ പേര് ഈ സാധ്യതാ പട്ടികയിൽ പ്രധാനപ്പെട്ടതായിട്ട് പലരും പരിഗണിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ സെക്രട്ടറി രാഘവലു, അതുപോലെ ബംഗാളിൽ നിന്നുള്ള നീലോൽപൽ ബസു, ഇവരൊക്കെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാവുന്ന പേരുകളാണ്. ഇവരുടെ ഇടയിൽ നിന്ന് ബേബി പാർട്ടിയുടെ പരമാധികാര പദവിയിലേക്ക് കടന്നു വരുമോ എന്നുള്ളതാണ് നമ്മുടെ പാർട്ടി കോൺഗ്രസിൽ കാണേണ്ടത്. നോക്കൂ, ഒരു കാര്യം പറയാം. ഇക്കാര്യത്തിൽ ശ്രീ പിണറായി വിജയന്റെ പിന്തുണയുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട. കേരള ഘടകം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒന്നടങ്കം ആ പേര് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ MA ബേബി CPM-ന്റെ അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറി ആവും. പക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പിണറായി വിജയൻ ഇപ്പോ CPM-ന്റെ എല്ലാമാണ്. അദ്ദേഹമല്ലാതെ ഒരു ക്യാപ്റ്റൻ വേറെയില്ല. എല്ലാറ്റിനും കാരണഭൂതനാണ്. പാർട്ടിയും കേരളത്തിലെ ഭരണവും അദ്ദേഹത്തിന്റെ കൈവശമാണ്. പക്ഷെ സംഘടനാ തലത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ ഉയർന്ന തലത്തിലാണ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി വരിക. സത്യം പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി പോലും അങ്ങനെയാണ്. സംസ്ഥാന സെക്രട്ടറി കീഴിലാണ് ആ സംസ്ഥാനം LDF ആണ് ഭരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ CPM ആണ് ഭരിക്കുന്നതെങ്കിൽ ആ ഭരണകൂടത്തിന്റെ തലവനായ മുഖ്യമന്ത്രി, യാതൊരു സംശയമില്ല. പക്ഷെ MV ഗോവിന്ദൻ മാസ്റ്റർ ആ തർക്കമില്ല. പക്ഷെ ദേശീയ തലത്തിൽ വരുമ്പോൾ ആരാണ് വലിയവനെന്നൊരു ചോദ്യം പിന്നീട് ഉണ്ടാവാം. തന്നേക്കാൾ സംഘടനാ തലത്തിൽ മുകളിൽ നിൽക്കുന്ന പദവിയിൽ കേരളത്തിൽ നിന്ന് തന്നെ ഒരാൾ വരുന്നതിനോട് പിണറായി വിജയൻ യോജിക്കുമോ, അത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം.